ഇത് കൊല്ലം ജില്ലയിലെ പോരുവഴി ഗ്രാമം. പെരുവരുത്തി മലനട ക്ഷേത്രത്തിൻ്റെ പേരിൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമം. ഏവർക്കും ക്ഷേത്രപുരാണത്തിലേക്ക് സ്വാഗതം. മധുനുകരും മലവാഴും അപ്പുപ്പ, മഞ്ഞുരുകും മലവാഴും അപ്പുപ്പ, താമ്പൂലം കലശം പ്രിയമേറെ നിനക്ക് ഭസ്മധൂളികൾ പ്രസാദമാക്കിയ അപ്പുപ്പ. മധുനുകരും മലവാഴും അപ്പുപ്പ, മഞ്ഞുരുകും മലവാഴും അപ്പുപ്പ, താമ്പൂലം കലശം പ്രിയമേറെ നിനക്ക് ഭസ്മധൂളികൾ പ്രസാദമാക്കിയ അപ്പുപ്പ. മലയിലവരും മലയീശ്വര മലയപ്പുപ്പ, മലയിലവരും മലയീശ്വര മലയപ്പുപ്പ. മഹാഭാരത ഇതിഹാസത്തിലെ ദുര്യോധന മഹാരാജാവ് ഇവിടെ പോരുവഴിക്ക് മലയപ്പൂപ്പനാണ്. ആശ്രയിക്കുന്ന ഭക്തർക്ക് എന്നും അനുഗ്രഹദായകനാണ് മലനടയപ്പൂപ്പൻ. ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രം കൂടിയാണ് പോരുവഴി പെരുവരുത്തി മലനട. 7 കരകൾക്കും നാഥനായി മലനട കുന്നിനു മുകളിൽ വാണരുളുന്ന ദുര്യോധന മഹാരാജാവ് പോരുവഴിക്ക് മലനട അപ്പൂപ്പനാണ്. മഹാഭാരത കഥയോളം പഴക്കവും വീര്യവുമുണ്ട് ഈ മഹാക്ഷേത്രത്തിന്. അജ്ഞാതവാസത്തിനിറങ്ങിയ പാണ്ഡവരെ തേടി യാത്ര തുടങ്ങിയ ദുര്യോധനൻ നെൽപ്പാടങ്ങളുടെയും മലകളുടെയും നടുവിൽ പ്രകൃതി കനിഞ്ഞരുളിയ മലമുകളിൽ എത്തി. കനത്ത ക്ഷീണത്തിൽ ദാഹപരവശനായ ദുര്യോധനൻ അവിടുത്തെ കടുത്താശ്ശേരി വീട്ടിൽ വെള്ളം ചോദിച്ചു. ആ വീട്ടിലെ സ്ത്രീ ദുര്യോധനന് കുടിക്കാൻ നൽകിയത് ഒരു കുടം കള്ള്. ദാഹം മാറിയ സന്തോഷത്തിൽ ദുര്യോധനൻ മലമുകളിൽ ഇരുന്ന് ആ വീടിനും നാടിനും വേണ്ടി പ്രാർത്ഥിച്ചു. ഇഷ്ടദാനമായി 101 ഏക്കറും നൽകി. തിരികെ ഹസ്തിനപുരിയിലേക്ക് മടങ്ങുമ്പോൾ താൻ മഹാഭാരത യുദ്ധം ജയിച്ച് മടങ്ങി വരുമെന്നും വന്നില്ലെങ്കിൽ താൻ മരിച്ചതായി കണക്കാക്കി ഉദയക്രിയകൾ നടത്തണമെന്നും കടുത്താശ്ശേരി കുടുംബത്തോട് ആവശ്യപ്പെട്ടതായാണ് ഐതിഹ്യം. ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ്. ഈ ദുര്യോധന ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിനോട് സംബന്ധിച്ച് 13 ക്ഷേത്രങ്ങളും അതിൻ്റെ ഉപക്ഷേത്രങ്ങളായിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ്രാവിഡ ആചാരപ്രകാരമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പൂജാകാര്യങ്ങൾ നടക്കുന്നത്. ഇവിടുത്തെ വഴിപാടുകൾ കള്ള്, മുറുക്കാൻ കോഴി, ആട്, പട്ട് എന്നിവയാണ് ഇവിടുത്തെ ഈ വഴിപാടുകൾ. മലപൂജയാണ് ഏറ്റവും മലപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കള്ള്, അടുക്ക്, മുറുക്കാൻ എല്ലാം കൂടിയുള്ളൊരു പൂജയാണ് മലപൂജ. ഈ ക്ഷേത്രത്തിലെ ഉത്സവമാണ് ആരംഭിക്കാൻ പോകുന്നത്. മീനമാസം ആദ്യത്തെ വെള്ളിയാഴ്ച കൊടി കയറിയും രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് ഇതിൻ്റെ സമാപനവും. സമാപന ദിവസം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വായ്ക്കിരീടിൽ പൂജയാണ്. അത് രാത്രി 11 മണിയോടുകൂടി ആ വായ്ക്കിരീട് പൂജ കർമ്മം നടക്കും. ഇവിടുത്തെ ഉത്സവത്തിന് 7 കരകളാണ്. 7 കരകളിൽ ഒരു തനത് കര എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇടയ്ക്കാട് കര ഇടുപ്പ് കാളയും, ബാക്കി 6 കരകളിൽ നിന്നും 6 കുതിരയും പിന്നെ ആയിരക്കണക്കിന് ചെറിയ കാളകളും കുതിരകളും ഒക്കെയാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ആ വിശ്വാസത്തിന്റെയും ഐതിഹ്യത്തിന്റെയും ഭാഗമായാണ് മീനമാസം 1-ാം വെള്ളിയാഴ്ച കൊടിയേറി 8 ദിവസത്തെ മലനട മലക്കുട ഉത്സവം വലിയ കെട്ടുകാഴ്ചകളോടെ കൊണ്ടാടുന്നത്. ഉത്സവത്തിന്റെ പ്രധാന ദിവസം അർദ്ധരാത്രിയിൽ ഉദയക്രിയയും അമ്പെയ്ത്തും നടത്തുന്നതും ആ ഐതിഹ്യത്തിന്റെ ഭാഗമാണ്. ഉത്സവ നാളിലെ കെട്ടുകാഴ്ചകളിൽ പ്രധാനം കാളയും എടുപ്പ് കുതിരയുമാണ്. ദ്രാവിഡ കാർഷിക സംസ്കാരത്തിന്റെ എല്ലാ ശേഷിപ്പുകളും തുടരുന്ന മലക്കുട മഹോത്സവം വിശ്വാസത്തിനൊപ്പം കാഴ്ചയുടെ മഹാവിരുന്നു കൂടിയാണ്. പാണ്ഡവരെ തേടിയെത്തിയ കൗരവരിൽ ദുര്യോധനൻ മാത്രമല്ല, ദുശാസനും ശകുനിയും കർണനും കൗരവരുടെ ഏക സഹോദരിയായ ദുശ്ശളയും വരെ. മലനടക്കാവുകളോട് ചേർന്ന് വിവിധ സ്ഥലങ്ങളിൽ ആരാധനാമൂർത്തികളായി. ശകുനിക്ക് കൊല്ലം ജില്ലയിലെ പവിത്രേശ്വരത്തും കർണന് കൊല്ലം ജില്ലയിലെ ഐവറുകാല കിഴക്ക് പൂമല മലനടയിലും ദുശാസനന് കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയായ എണ്ണശ്ശേരിയിലും ദുശ്ശളയ്ക്ക് അതിനടുത്തായി കുന്തിരാടത്തും ആരാധനാ കേന്ദ്രങ്ങളുണ്ട്. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ആചാരാനുഷ്ഠാനങ്ങളിൽ ഏറെ വ്യത്യസ്തമാണ് ഈ മഹാക്ഷേത്രം.
ദ്രാവിഡ ആചാരാനുഷ്ഠാനങ്ങളാണ് ഇവിടെ പിന്തുടരുന്നത്. ക്ഷേത്രത്തിലെ പൂജാരീതികളും ഏറെ വ്യത്യസ്തമാണ്. പ്രധാന വഴിപാടും കള്ളു നിവേദ്യമാണ്. ഊരാളി വെറ്റിലയും പുകയിലയും പാക്കും വെച്ച് പൂജ നടത്തും. പട്ട്, കോഴി എന്നിവയും നേർച്ചയായി സമർപ്പിക്കാറുണ്ട്. പോരുവഴി പെരുവിരുത്തി മലനാട് മലക്കുട മഹോത്സവത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ മലക്കുട മഹോത്സവം 2024 മാർച്ച് 15 കൊടികേറി 2024 മാർച്ച് 22 മലക്കുട മഹോത്സവത്തോടെ സമാപിക്കുകയാണ്. വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ള ക്ഷേത്രമാണ് പോരുവഴി പെരുവിരുത്തി മലനാട്. ദ്രാവിഡ ആചാരത്തിലും ദ്രാവിഡ സങ്കല്പത്തിലും പ്രകൃതി ആരാധനയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇവിടുത്തെ ആരാധനകളും ആരാധനാക്രമങ്ങളും പൂജകളും പൂജാവിധികളും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നട അടയ്ക്കത്തുമില്ല, തുറക്കാറുമില്ല, അടയ്ക്കാറുമില്ല. നാളിന് പ്രാധാന്യമില്ല, സമയത്തിന് പ്രാധാന്യമില്ല, രാഗകാലമില്ല, ഗുളികകാലമില്ല. ഏത് സമയത്തും ഏത് ഭക്തർക്കും വന്ന് ആരാധന നടത്താൻ പറ്റുന്ന ക്ഷേത്രം, ഏത് മതവിശ്വാസികൾക്കും വന്ന് ആരാധന നടത്താവുന്ന നടയാണ് പോരുവഴി പെരുവിരുത്തി മലനട. ദ്രാവിഡാചാരപ്രകാരമുള്ള പൂജകളും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏത് ചടങ്ങിനും എന്തിനും വെക്കുന്നതാണ് വെറ്റയെടുക്കുന്ന താമ്പൂലവും കല്ല് അല്ലെങ്കിൽ കലശം. പ്രധാന നേർച്ചാ സാധനങ്ങൾ ബാക്കി വരുന്നത് പട്ട, കറുത്ത പട്ട, മണി, കുട, കോഴി, കാള, ആട്, കരിപ്പൂട്ടി. ഇതാണ് പ്രധാന പൂജാ സാധനങ്ങൾ. പിന്നെ പൂജാ കാര്യങ്ങൾ നടക്കാനും കാര്യസിദ്ധി പൂജകളാണ്, പലതരം നേർച്ചകളാണ് ഇവിടെ ഭക്തർ നടക്കി സമർപ്പിക്കുന്നത്. വനപൂജയുണ്ട്, ജീവനുള്ള കാളയെ നടക്കി സമർപ്പിക്കും, ആടിനെ നടക്കി സമർപ്പിക്കും, കോഴിയെ നടക്കി സമർപ്പിക്കും. അന്നദാനം വഴിപാടായിട്ട് നടത്തും, ചുറ്റുവിളക്ക് നേർച്ചയായിട്ട് നടത്തും, ക്ഷേത്രത്തിലെ മൊത്തം വിളക്കും നേർച്ചയായിട്ട് നടത്തും. ഉദയാസ്തമന പൂജ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യസിദ്ധി പൂജയായ ഉദയാസ്തമന പൂജ. ഇത്രയാണ് ഇവിടുത്തെ പൂജകളും പിന്നെ പൂജകളെല്ലാം വാർഷിക പൂജകളാണ്. അത് ദ്രാവിഡാചാരപ്രകാരമുള്ള പൂജാവിധികളുമാണ്. വൃശ്ചിക മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച അടവി പൂജ, അതെന്ന് വെച്ചാൽ ചുട്ടുപൂജ എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളായ കാർഷിക വിഭവങ്ങളായ കാച്ചിൽ, കിഴങ്ങ്, ഏത്ത, നേന്ത്രക്ക, അത് തീയിലിട്ട് ചുട്ടതും ആവിയിൽ വെച്ച് വേവിച്ചതും ആയിട്ടുള്ള പൂജ. പിന്നെ കുംഭത്തിലെ അവല് പൂജ, അതും ദ്രാവിഡാചാരപ്രകാരമുള്ള അതാണ്. ദുര്യോധന ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മലക്കുട മഹോത്സവം മാർച്ച് 15 ആരംഭിച്ച് 22 സമാപിക്കും. ദക്ഷിണ ഭാരതത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ് പോരുവഴി പെരുവിരുത്തി മലനട ക്ഷേത്രം. ഈ വരുന്ന മാർച്ച് 15 മുതൽ 22 വരെയാണ് മലക്കുട മഹോത്സവം നടക്കാൻ പോകുന്നത്. മലക്കുടയോടനുബന്ധിച്ച് രാവിലെ 15-ാം തീയതി രാവിലെ സ്വർണ്ണക്കൊടി ദർശനം, അത് കഴിഞ്ഞ് സൂര്യപ്പൊങ്കാല, അതിനോടനുബന്ധിച്ച് കൊടിയേറ്റ് സദ്യ, കൊടിയേറ്റ് വൈകുന്നേരം, പിന്നെ വിവിധതരം പൂജകൾ, അത് കഴിഞ്ഞ് നമ്മുടെ ക്ഷേത്രത്തിലെ സ്റ്റേജ് പ്രോഗ്രാം, ബാക്കിയുള്ള പ്രോഗ്രാമുകൾ, പിന്നെ വായന, മറ്റു കാര്യങ്ങൾ. പിന്നെ 22-ാം തീയതിയാണ് നമ്മുടെ മെയിൻ ഉത്സവം നടക്കുന്നത്. ഉത്സവത്തിൻ്റെ അന്ന് രാവിലെ സ്വർണ്ണക്കൊടി ദർശനം. ബാക്കി മെയിനായിട്ട് ഇവിടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടുകാഴ്ചയാണ്. കെട്ടുകാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ 7 കരകളിൽപ്പെട്ട കെട്ടുരുപ്പടികൾ എന്ന് വെച്ചാൽ അതിനകത്ത് 6 കരകൾക്ക് കുതിരയും, ഒരു കര എന്ന് വെച്ചാൽ ഇടയ്ക്കാട് കര, നിലവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കരയായ ഇടയ്ക്കാട് കരയുടെ കെട്ട് കാളയുമാണ് നേർച്ചയായിട്ട് നമ്മൾ മലനട കുന്നുകൾ കയറി വരുന്നത്. അതിനോടനുബന്ധിച്ച് 1000-ൽ പരം കാളകളും അതിൻ്റെ നേർച്ച കാളകളും, പിന്നെ വർണ്ണാഭമായ ഉത്സവമാണ്. അന്ന് ലോകപ്രശസ്തമായ ഉത്സവമാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഒരു ഏറ്റവും വലിയ ഉത്സവമാണ് ഇത് നടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കയറുന്ന കുതിര നമ്മുടെ തോളിലേറ്റിയാണ് കയറുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അത് കഴിഞ്ഞ് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് ഊരാളി ഈ കുതിരകളെ സ്വീകരിക്കാൻ പോകുന്നൊരു ചടങ്ങുണ്ട്.
അതുകൂടാതെ രാത്രി പ്രോഗ്രാമുകൾ ഈ വർഷം നല്ല വിപുലമായ പരിപാടികളോടെയാണ് മലക്കുട മഹോത്സവം സമാപിക്കുന്നത്. 15 രാവിലെ 6:30 സൂര്യ പൊങ്കാല, രാവിലെ 10 കൊടിയേറ്റ് സദ്യ, രാത്രി 9 തൃക്കൊടിയേറ്റ്, 16 രാത്രി 7:30 നൃത്യങ്ങൾ, രാത്രി 10 മെഗാ മ്യൂസിക്കൽ നൈറ്റ്, 17 വൈകിട്ട് 5 നടക്കുന്ന മലക്കുട മഹാസമ്മേളനത്തിൽ മലയപ്പൂപ്പൻ പുരസ്കാരം ISRO ചെയർമാൻ S. സോമനാഥ് ഏറ്റുവാങ്ങും. 4ാം ഉത്സവ ദിനമായ 18